എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തിൽ ഹിജാബ് വിവാദം അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ വാർത്ത ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ TV ചാനലുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഹിജാബ് വിവാദത്തെക്കുറിച്ച് വലിയ വാർത്തകളാണ്. ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു CBSE സ്കൂള് 2 ദിവസം അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് അത്ര വലിയ പ്രശ്നമായിട്ട് നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. എല്ലാ TV ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. ഹിജാബ് ആവശ്യമാണോ, നിർബന്ധമാണോ, ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രാക്ടീസാണോ, ഇങ്ങനെ വിവിധ രീതിയിലുള്ള വിവിധ കോണുകളിൽ നിന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു. എന്നാൽ ഈ സ്കൂള് സെൻറ്റ് റീത്ത സ്കൂള്, എറണാകുളത്ത് പള്ളുരുത്തിയിലുള്ള സ്കൂള്, അവരുടെ സ്കൂളിൻ്റെ ഒരു നിയമമാണ്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ചു മാത്രമേ ഒരു കുട്ടി സ്കൂളിൽ വരാവുള്ളൂ. അപ്പോൾ ഒരു തുണി, തലയിൽ ഒരു തുണി ഇട്ടത്, അതിന് തട്ടം, ഹിജാബ്, ഒരു തുണി ഇട്ടതാണോ ഇത്രയും വലിയ പ്രശ്നം എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ഈ തലയിൽ തുണി ഇട്ടുകൊണ്ട് കുട്ടികൾക്ക് വരാവുന്ന ഒരുപാട് ക്രിസ്ത്യൻ സ്കൂളുകളുമുണ്ട്. പക്ഷേ ഈ പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം ഇത്രയും വലിയ ഒരു വിവാദമാക്കി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശ്നമാക്കി ഇതിൻ്റെ തീർത്തതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്. അതിൽ പ്രധാനമായും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ചോദിക്കുക, എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റായി സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും ബിസിനസ് മേഖലകളിലും ഇസ്ലാം വൽക്കരിക്കുക, കേരളം ഇസ്ലാം വൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ അതിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. എന്നിട്ട് ആദ്യം അവർ ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കുക, അതിനുശേഷം ബുർഖ ധരിക്കുവാൻ നിർബന്ധിക്കുക, പിന്നീട് സ്കൂളുകളിൽ നിസ്കാരമുറി ആവശ്യപ്പെടുക, ആ നിസ്കാരമുറിയുടെ ചുവട് പിടിച്ച് അവിടെ ഉസ്താദുമാർ വരിക, ഉസ്താദുമാർ വന്ന് ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിന്നെ അവരുടെ മതം പഠിപ്പിക്കുക, അതിനുശേഷം അവർ ഇത്രയും നാളും ഇവിടെ ഈ മുറിയിൽ ഇത് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഈ മുറി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങളുടെ ഒരു പള്ളിയാക്കി മാറ്റണം, അല്ലെങ്കിൽ അവിടെ ബാങ്ക് വിളി ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ അതുപോലെയുള്ള മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറി ഒരു ഇസ്ലാം വൽക്കരണം നടത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉള്ളത്. അത് സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും. അപ്പോൾ ചോദിക്കും, ഇത് ബിസിനസ്സിൽ എങ്ങനെയാണ് ബാധിക്കുക? ബിസിനസ്സെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ തങ്ങളുടെ ആളുകളോട് പറയും, നമ്മുടെ കടകളിൽ നിന്ന് മാത്രമാണ് സാധനങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്വർണ്ണക്കടയുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ സ്വർണ്ണക്കടയിൽ നിന്ന് മാത്രമേ സ്വർണം മേടിക്കാവുള്ളൂ. നമ്മുടെ ഹോട്ടലുണ്ട്, ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹലാൽ ഫുഡാണ്, ഹലാൽ ഭക്ഷണമല്ലാത്ത മറ്റ് ഭക്ഷണം കഴിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ഹോട്ടൽ അവിടെയുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ. അതുപോലെ ബിസിനസ് മേഖലകൾ. പിന്നെ ഒരു സ്ഥാപനത്തിൽ, ഒരു ഇസ്ലാം നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഇസ്ലാമിലുള്ളവർക്ക് മാത്രം ജോലി കൊടുക്കുക. അപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അതുപോലെ മറ്റ് ഇതര സ്ഥാപനങ്ങൾ, ബിസിനസ് രംഗങ്ങൾ, ഇവിടെയെല്ലാം സൈലൻ്റായിട്ട് ഇസ്ലാം വൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു വലിയ ടാർഗറ്റുണ്ട്. അതായത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യ മാത്രം, കേരളം മാത്രമല്ല ഭാരതം മുഴുവൻ
ഇസ്ലാം വൽക്കരിക്കുക, അതിന് നമ്മുടെ ആളുകളെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ മലബാർ ഗോൾഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഈ ഹിജാബ് വിവാദം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ്? ചില ആളുകൾ പറയുന്നു, ചില മാധ്യമങ്ങൾ പറയുന്നു, പ്രത്യേകിച്ച് മറുനാടൻ ഷാജൻ സക്കറിയയുടെ ചാനലിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. എന്താണ് ഇത്? സ്വർണ്ണക്കൊള്ള. അതായത് നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി നടക്കുന്ന ഒരു പ്രശ്നമാണ് സ്വർണ്ണക്കൊള്ള. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി ഇത് ബോധപൂർവം ചില തീവ്ര സ്വഭാവമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ കൊടുത്ത ഒരു കൊട്ടേഷനാണ് ഈ ഹിജാബ് വിവാദം എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുകയാണ്. ചില മാധ്യമങ്ങൾ, ചില വ്യക്തികൾ, ചില പത്രമാധ്യമങ്ങളൊക്കെ അഭിപ്രായപ്പെടുകയാണ്. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കൊള്ളയാണ്. കാരണം പ്രത്യേകിച്ച് കേരളം 4,48,000 കോടി രൂപ കടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷം LDF ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ അവർക്ക് ഭരണമുള്ളൂ, ഒരു സംസ്ഥാനത്ത് മാത്രമേ ആളുകളും ഉള്ളൂ. എന്നാൽ വെസ്റ്റ് ബംഗാൾ, ത്രിപുര, ഇതുപോലെ ബീഹാർ, ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിൽ അവർക്ക് അംഗസംഖ്യയുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ. ഈ കേരളത്തിലുള്ള ഈ ഭരണം കൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന പണം കൊണ്ട് വേണം ഇന്ത്യ മുഴുവൻ അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകാൻ. കാരണം ഭരണമുണ്ടെങ്കിൽ മാത്രമേ കട്ടെടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു വെയിറ്റിംഗ് ഷെഡിന് 1 ലക്ഷം രൂപയാകുന്നുണ്ടെങ്കിൽ അത് 10 ലക്ഷം രൂപ എന്ന് എഴുതി വെക്കും. മോഹൻലാലിനെ ആദരിച്ചതിന് 8 കോടി രൂപ ചിലവായി, അല്ലെങ്കിൽ ഇത്ര കോടി രൂപ ചിലവായി, അല്ലെങ്കിൽ 2 കോടി ചിലവായി എന്ന് എഴുതി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭരണമുണ്ടെങ്കിൽ മാത്രമേ മോഷണം നടക്കുകയുള്ളൂ. അപ്പം മോഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയിലുള്ള മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇത് ഓരോ വ്യക്തികൾ കട്ടെടുക്കുന്നതല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ കാശ് വേണം. അതുമാത്രമല്ല, ഇന്ത്യ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൺ ചെയ്യണമെങ്കിൽ അതിന് പൈസ വേണം. ഈ പണമെല്ലാം ലഭിക്കുന്നത് കേരളത്തിലെ ഭരണം കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കക്കാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ തയ്യാറാകും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റിയതാണ് ഈ സ്വർണ്ണക്കടത്തുമായിട്ട്, അല്ലെങ്കിൽ ഈ സ്വർണ്ണ വിവാദം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. അതായത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശ്രീ അയ്യപ്പൻ ശാസ്താവ് ഭഗവാൻ, ആ ഭഗവാന്റെ അവരിയ്ക്കുന്ന സ്വർണം വരെ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം തൊലിക്കട്ടിയുള്ളവരായിരിക്കും ഇത് ചെയ്തത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള വിവാദം ഇതിനെ മറയ്ക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു കൊട്ടേഷനാണ് ഈ ഹിജാബ് വിവാദം എന്ന് പറയപ്പെടുന്നു. അത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഹിജാബ് വിവാദം ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റേണ്ട വിഷയമാണോ? ഈ പ്രശ്നം ഒരു രക്ഷകർത്താവും അദ്ദേഹത്തിൻ്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെൻറ്റിനോടുള്ളൊരു പ്രശ്നമാണ്. ആ കുട്ടിയെ അല്ലെങ്കിൽ ആ രക്ഷകർത്താവിനെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചതാണ്. ഹൈബി ഈഡൻ, എറണാകുളത്തിൻ്റെ MP-യും പിന്നെ എറണാകുളത്തിൻ്റെ DCC പ്രസിഡൻറ്റും മറ്റു ചില ആളുകളുമൊക്കെ ചെന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർത്തപ്പോൾ ആ പ്രശ്നത്തെ വീണ്ടും ഊതി വീർപ്പിച്ച് അത് പല രീതിയിലാക്കി മാറ്റി ഇത് വലിയൊരു വിവാദമാക്കി ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവേകമില്ലാത്ത, പരിജ്ഞാനമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്.
രാവിലെ ഒരു കാര്യം പറയും, വൈകുന്നേരം വേറൊരു കാര്യം പറയും. അവിടെയും ഇവിടെയും തൊടാതെയുള്ള വർത്തമാനം അത് മീഡിയകൾ ഏറ്റുപിടിച്ചു. അപ്പോൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കുന്നത് തന്നെ മീഡിയ പ്രവർത്തകർ തന്നെയാണ്. അതും ഒരു വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ വന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ സെൻറ്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പാളിന് നേരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഫേസ്ബുക്ക് തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ, അതായത് 15 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൽ 95% പേര് ഇസ്ലാം മതവിശ്വാസികളാണ്. അവർ കമൻറ്റുകൾ എഴുതുന്നു, വീഡിയോ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ഇനി അതുമാത്രമല്ല, ഇസ്ലാമിക് പേരുള്ള, അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ആണോ ഒറിജിനൽ ഐ ഡി ആണോ അറിയില്ല, ഇസ്ലാമിക് പേരുള്ള ഫേസ്ബുക്കിൽ നിന്ന് ഈ പ്രിൻസിപ്പാൾ മേഡത്തിനെതിരെ വലിയ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഫോട്ടോ വികൃത രൂപത്തിലുണ്ടാക്കി വെച്ച് പോസ്റ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഹൈന്ദവ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള ഒരു വനിതയാണ് ശശികല ടീച്ചർ. അവർ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശശികല ടീച്ചറെയും ഈ പ്രിൻസിപ്പാൾ മേഡത്തിനെയും കൂടെ AI വീഡിയോയുടെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടെ വീഡിയോ ഉണ്ടാക്കി, ഫോട്ടോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര നിന്ദ്യവും ഹീനവുമായ രീതിയിലാണ് ഈ ഇസ്ലാമിക് മത തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കി, ഫോട്ടോകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളിന് നേരെയാണ് ഈ ആക്രമണം എന്നോർക്കണം. തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ ഡിസിപ്ലിൻ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൽ മാന്യതയുള്ളവരും മര്യാദയുള്ളവരും ഇന്ത്യക്ക് നല്ല ഒരു പൗരന്മാരാക്കി വാർത്തെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ മാഡത്തിനെതിരെ, പ്രിൻസിപ്പാളിനെതിരെയാണ് ഈ ആക്ഷേപം മുഴുവൻ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഏതാണ്ട് 160 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മിഷണറിമാർ ആണ് വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നത്. അന്ന് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടം എന്ന പേരിലാണ് ഇതൊക്കെ ആരംഭിച്ചത്. അന്ന് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ ഒരവസരമുണ്ടാക്കി കൊടുത്തതും, അതുമാത്രമല്ല ഏത് വിഭാഗത്തിൽപ്പെട്ടവനും, അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ദളിത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ആദിവാസിയാണെങ്കിലും, അത് വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ക്രൈസ്തവ മിഷണറിമാരാണ് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. ഇന്ന് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന പല ആളുകളും ഈ ക്രൈസ്തവ മിഷണറിമാരുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് മുമ്പോട്ട് പോയവരാണ്. ഇന്ന് കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ വിദേശത്തും സ്വദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ചിട്ടാണ് പോയത്. അങ്ങനെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ചു പോയ ആളുകൾ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം, ഉന്നതമായ നിലവാരങ്ങളിലെത്തി. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രിൻസിപ്പാൾ പരിശ്രമിക്കുമ്പോൾ അത് തങ്ങളുടെ മതത്തിൻ്റെ ആശയമാക്കി മാറ്റണം, അല്ലെങ്കിൽ അത് തങ്ങളുടെ മതം അവിടെ പ്രചരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്ലാം വൽക്കരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില പരിപാടികളാണിതെല്ലാം. ഇത് ഈ സ്കൂളിൽ മാത്രമല്ല, മറ്റ് പല സ്കൂളുകളിലും ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഇവിടെ മുമ്പോട്ട് പോവുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും അതുപോലെ ഉള്ള ഇടങ്ങളിലെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതൊരു മതേതര പാർട്ടി അല്ല എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് മുസ്ലിമിന് വേണ്ടിയുള്ള പാർട്ടിയാണ്, അതൊരു മതേതര പാർട്ടിയല്ല എന്ന് അവരുടെ ആളുകൾ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പറയുകയുണ്ടായി. അപ്പോൾ ബോധപൂർവമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടിതമായ ഒരു പ്രവർത്തനമാണിത്.
ഇതിനകത്ത് ഏറ്റവും പരിതാപകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ക്രൈസ്തവ സമൂഹത്തിന് പലപ്പോഴും ഐക്യതയില്ലാതെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു അനിൽ മുഹമ്മദ് എന്ന ഒരു വ്യക്തി നിരന്തരം ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്രൈസ്തവർക്കോ ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനിൽ മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയ്ക്ക് വന്നേക്കുന്ന ഷെയർ 5000 ഷെയറാണ് ഒരു വീഡിയോയ്ക്ക്. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വീഡിയോയ്ക്ക് 5000 ഷെയർ വന്നു. എന്താ കാരണം? അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം മുസ്ലിമിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വർഗീയത മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തേക്കുന്നത് 5000-ലധികം പേരാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ചെയ്യും, നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് വർഗീയതയോടോ മത തീവ്രവാദത്തോടോ താല്പര്യമില്ല. അവരിത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാറായിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു ഇസ്ലാമിക് മത തീവ്രവാദി അനിൽ മുഹമ്മദ് ഇസ്ലാമിക് തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി വീഡിയോ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നല്ലതുപോലെ ഷെയർ ചെയ്തു പോകുന്നു. എന്താ കാരണം? അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനമാണ്. എന്താ കാരണം? നമ്മുടെ ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട അവരുടെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരു ജിഹാദി സുനിതയുണ്ട്. ഏതാണ്ട് ഒരു 45-50 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീ ഇസ്ലാമിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ദീർഘനാളുകളായി ഇവരുടെ വീഡിയോകൾ മുഴുവൻ നിരീക്ഷിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെയും അവർ എടുത്തു കാണിക്കാറില്ല. അതേസമയം ഒരു ഇസ്ലാമിന് നേരെ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് നേരെ എവിടെയെങ്കിലും ഒരു കരികല അനങ്ങിയാൽ പോലും അവരതിന് വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറാകും. കാരണം അതുപോലെ സംഘപരിവാറിന് നേരെ നിരന്തരം അവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാരണം? അവരൊരു പത്രപ്രവർത്തകയോ ഒന്നുമല്ല. ഈ ജിഹാദികൾക്ക് വേണ്ടി കുരയ്ക്കുന്ന ഒരു 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 വ്യക്തിയായിട്ട് മാത്രമേ നമുക്കവരെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ ഇതിലൊക്കെ എഴുതി വെക്കുന്ന അവർ ഒരു പത്രപ്രവർത്തി. എന്ത് പത്രപ്രവർത്തനം? 24 മണിക്കൂറും ജിഹാദി 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യണം, മുസ്ലിമിനെ വേണ്ടി മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുകയുള്ളൂ. അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കും. അതുമാത്രമല്ല, സെൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് നേരെ ഏറ്റവും മോശവും നിന്ദ്യവും ഹീനവുമായിട്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ജിഹാദി സുനിത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോട്, ഹൈന്ദവ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയോ യാതൊരു സ്നേഹമോ ബഹുമാനവും ഇല്ലാത്ത, താൻ ഈ മതത്തിലാണ് ജനിച്ചത് എന്ന് പറയാൻ പോലും താല്പര്യമില്ലാത്ത, ജിഹാദികൾക്ക് വേണ്ടി മാത്രം കുരയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ സ്ത്രീയൊക്കെ അധപ്പതിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന ആളുകൾ, ഈ ജിഹാദികളാണ് ഇവരുടെ വീഡിയോ മുഴുവൻ കാണുക. അവരുടെ വീഡിയോയുടെ താഴെ മുഴുവൻ നമ്മളെടുത്ത് നോക്കിയാൽ ഈ ജിഹാദികളുടെ പേരുകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് കാണാനുള്ളൂ. വേറെ ഒറ്റ ഒരാളുടെയും കാണാനില്ല, വളരെ അപൂർവമായി മാത്രം. ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുന്നവരെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു. അവർ നല്ലപോലെ ഷെയർ ചെയ്ത് വിടുന്നു. എന്താ കാരണം? ഒരു നേരത്തെ ഒരു അപ്പക്കഷണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുകയും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടപ്രവണത ഈ സ്ത്രീക്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ ഏറ്റവും നിന്ദ്യമായി ഹീനമായി വിമർശിച്ച ഒരു സ്ത്രീയാണിവർ. അതുമാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളും, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എടുക്കുന്ന പല കാര്യങ്ങൾക്കെതിരെയും അവർ ആ വീഡിയോ അല്പം കട്ട് ചെയ്തെടുത്ത് അത് വെച്ച് വലിയ വീഡിയോ ചെയ്ത് വർഗീയത സൃഷ്ടിക്കുന്ന വേണ്ടി ഇത്രമാത്രം കുരയ്ക്കാൻ ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത്? ഏത് ജിഹാദിയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്? അതറിയത്തില്ല.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ സ്കൂളുകൾക്കെതിരെ നടക്കുന്ന ഇത്തരം നിന്ദ്യവും പൈശാചികവുമായ ഈ ആക്രമണങ്ങളെ അത് ചെറുക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇസ്ലാം വൽക്കരണത്തിൻ്റെ ഭാഗമായി ആദ്യം അവർ ചെയ്യുന്നത് വിദ്യാഭ്യാസം മുടക്കുക എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നാൽ ജനങ്ങൾക്ക് അറിവുണ്ടാവില്ല. അവർ അവരുടെ ആ പഴയ 6-ാം നൂറ്റാണ്ടിലെ ആ ജീവിത രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും നല്ല വിദ്യാഭ്യാസം ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് മതമാണ് വലുത്, പഠനമല്ല വലുത്. പിള്ളേരെ സ്കൂളിൽ വിടേണ്ട കാര്യമില്ല, നമ്മുടെ പിള്ളേരെ മതം പഠിപ്പിക്കാൻ വിട്ടാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടി നിൽക്കുകയാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ. ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് സ്കൂൾക്ക് നേരെ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏതു വിധേനയും ക്രൈസ്തവ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റിതര മേഖലകൾ കൈയടക്കണം എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി ബോധപൂർവമായി പ്രവർത്തിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ഐക്യതയുണ്ടാവണം. കത്തോലിക്ക സമൂഹം മുതൽ പെന്തക്കോസ്തൽ സമൂഹം വരെ ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തെ എതിർക്കണം. കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളിപ്പോൾ വിചാരിക്കും കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിൽ കയറി ഇവർ വിളയാടി. കത്തോലിക്ക സഭയ്ക്ക് അതിന് പവറുണ്ട്, അവർക്കതിന് ചെയ്യാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റിയുണ്ട്. അവർക്കതിന് നിയമപരമായും മറ്റ് പല രീതിയിലും അവർക്കതിന് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേസമയം കത്തോലിക്ക സഭ പോലെയല്ല മറ്റുള്ള ചെറിയ ചെറിയ സഭകൾ. ഇപ്പോൾ യാക്കോബയായാലും ഓർത്തഡോക്സ് ആയാലും പെന്തക്കോസ് ആയാലും. അപ്പോൾ നാളെ ഒരു പെന്തക്കോസ് സ്ഥാപനത്തിൽ കയറി, അല്ലെങ്കിൽ ഒരു CSIയുടെയോ CNAയുടെ സ്ഥാപനങ്ങളിൽ കയറി, അല്ലെങ്കിൽ മാർത്തോമയുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ കയറി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അത് അത്യന്തം ഭീകരമായിരിക്കും. അപ്പോൾ ഇവരൊരു വലിയ ഗ്രൂപ്പാണ്, വലിയൊരു സമൂഹമാണ്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. കാരണം ഇവരൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവരെ ഷെയർ ചെയ്ത് അവരുടെ ആളുകളുടെ ഇടയിൽ എത്തിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലും അവരുടെ ആളുകൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വെമ്പൽ കൊള്ളിയാണ്. അപ്പം ഇവരുടെ ആളുകൾ ഇത്തരം വീഡിയോകൾക്ക് വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾ, പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ, ജിഹാദി സുനിതയെ പോലെ ആളുകൾ, അതുപോലെ ഹൈന്ദവരായിട്ടുള്ളവരും ചില ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരും ഇവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുന്നു. എന്താ കാരണം? അവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടും. മാസം 3, 4, 5 ലക്ഷം രൂപ അവർക്ക് കിട്ടും. ആ പൈസ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ ഇസ്ലാം വൽക്കരിക്കാൻ വേണ്ടി ബോധപൂർവം ഇവർ നിന്നു കൊടുക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന് ദ്രോഹമാണെന്നും ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിലൂടെ സമൂഹത്തിനെ അന്ധകാര യുഗത്തിലേക്ക് തള്ളിവിടുക എന്ന ബോധപൂർവമായ ശ്രമമാണ് ഇവർ ചെയ്യുന്നത് എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇവർക്ക് തിരിച്ചറിയാം, പക്ഷേ അവർക്ക് മാസം കിട്ടുന്ന ഈ ലാഭത്തെ ഓർത്ത്, പണം ഓർത്ത് അവരിതിന് പ്രതികരിക്കാനും പോകുന്നില്ല. അതുമാത്രമല്ല, ഇവർക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി, ആ സ്ഥാപനത്തിന് നല്ല ഭാവിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്കൂളിൽ ബോധപൂർവം കയറി പ്രശ്നം സൃഷ്ടിക്കുക. അതിനുശേഷം ഇപ്പോൾ വേണ്ടേ അടുത്ത ഒരു സ്ത്രീയെ ഇറക്കി കളിച്ചിരിക്കുകയാണ്. എന്താണ്? ആ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചു പോകണം. അപ്പോൾ ബോധപൂർവമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സമ്മർദ്ദം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താവിൽ വരുന്നു. നമ്മൾ അവരുടെ സ്കൂളിൽ പഠിക്കേണ്ട. ഈ രീതിയിലേക്ക് മുമ്പോട്ട് പോയാൽ കേരളത്തിൽ വരുന്ന 40% ഹൈന്ദവർ ചിന്തിക്കുകയാണ്, മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ കയറുന്നില്ല, മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, മുസ്ലിങ്ങളുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല എന്ന് തീരുമാനിച്ചാൽ ഈ ബിസിനസ് എവിടെ പോയി നിൽക്കും? അതുപോലെ നേരെ തിരിച്ചും, പോത്തിറച്ചി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ പോത്തിനെ വെട്ടുന്നത് ഇവരാണ്, കോഴിയെ വെട്ടുന്നതിൽ കൂടുതൽ അവരാണ്. അങ്ങനെ പല മേഖലകളിൽ ഇറച്ചി മീനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിംസാണ്. നാളെ ഞങ്ങൾ മുസ്ലിമിൻ്റെ കടയിൽ പോയി സാധനം മേടിക്കുകയില്ല എന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മതത്തിന് എപ്പോഴും ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മത ഐക്യത്തെ ആരാണ് തകർക്കുന്നത്? അത് ബോധപൂർവം പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ സംഘടനകൾ,
അവർക്ക് അനുകൂലമായി മതതീവ്രവാദത്തോട് ചേർന്ന് നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ചില മതതീവ്രവാദ സംഘടനകൾ എന്ത് ചെയ്യുന്നു? ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ ശക്തിയുക്തം കേരളത്തിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് നേരെയുള്ള ഇസ്ലാം തീവ്രവാദ സംഘടനകളുടെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുകയും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരിടുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറാൻ ഇനി അധികം നിമിഷമില്ല. കാരണം തെക്കൻ കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം അങ്ങനെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു സ്ത്രീയെ വാഹനത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ഇറക്കിവിടുന്ന ഒരു സമീപനം വരെയുണ്ട്. അതിൻ്റെ വീഡിയോ വരെ ഇതിൻ്റെ അകത്ത് പ്രചരിക്കുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഒരു ബസ്സിൽ കയറിയ ഒരു ഹിന്ദു സ്ത്രീയെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് അവരെ ആ വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് തെറി പറഞ്ഞ് ഇറക്കിവിടുന്നതായിട്ടൊരു സംവിധാനമുണ്ട്. അപ്പോൾ നാളെ ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു സ്ത്രീക്കോ ഹിന്ദു സമൂഹത്തിലെ ഒരു സ്ത്രീക്കോ ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഭൂരിപക്ഷ മേഖലകളിൽ അവർ അനുവദിക്കുന്ന വസ്ത്രം ധരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ പൊതുവിലൊരു സ്ഥിതി. ഈ സ്ഥിതി മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ ബോധപൂർവം തകർത്ത് ക്രൈസ്തവ സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസമില്ല, നല്ല എഡ്യൂക്കേഷൻ ഇല്ല, അവിടെ എന്താണ് അവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവിടെയുള്ളവർക്ക് ഭാഷ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായും ശാരീരികമായും അവരെ തളർത്തുക എന്ന ബോധപൂർവമായ ലക്ഷ്യമാണ് ചില ആളുകൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ മാഡത്തിന് ശക്തമായ സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് അനുകൂലമായി നമ്മൾ നിൽക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് ബോധപൂർവം ഈ സ്കൂളിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ഗൂഢ അജണ്ടയെ, നിഗൂഢമായ ഇവരുടെ പ്രവർത്തനങ്ങളെ, ഈ ഇസ്ലാം വൽക്കരണത്തെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ.